Meet the editors. കമ്മീഷൻ കണ്ണു തുറന്നോ എന്നതാണ് ചോദ്യം. കമ്മീഷന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു കണ്ണു തുറക്കലാണോ? തീർച്ചയായിട്ടും അല്ല. നോക്കൂ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ലംഘിക്കുകയാണ് എങ്കിൽ ആ ലംഘിച്ച ആൾക്കാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. അവരിൽ ആക്ഷേപിച്ചിട്ടുള്ള കുറ്റങ്ങൾ എന്താണോ ആ കുറ്റങ്ങൾക്ക് അവരിൽ നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. ഇതിപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ഒരു പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതിന് പകരം ജെ.പി. നഡ്ഡയ്ക്ക് വിശദീകരണം ചോദിക്കുന്നു. ജെ.പി. നഡ്ഡ അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നു. എന്നിട്ട് വേദപാഠ പുസ്തകത്തിൽ കാണുന്നത് പോലെ കുറേ ഉപദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഒരു മെല്യു എങ്ങനെ ഇരിക്കണം എന്നത് സംബന്ധിച്ച് ഒക്കെ തന്നെയും നല്ല ഒരു ഒരു എനിക്ക് തോന്നുന്നത് വളരെ ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറായാലും അതുപോലെ തന്നെ കമ്മീഷണർമാരായാലും. അക്കാര്യത്തിൽ നോക്കൂ, ഈ നമ്മൾ ചിലപ്പോൾ ചില വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയത്ത് പറയും പോയി ചത്തൂട എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷനോട് പോയി ചത്തൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് യഥാർത്ഥത്തിൽ. ആ ഏറ്റവും വലിയ വയലേഷൻ നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വയലേഷൻ എന്താണ്? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വയലേഷൻ എന്താണ്? ഈ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണഘടനാ കോടതികൾക്ക് റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും എനിക്ക് ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അത്രയും സുശക്തമാണ് ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു വയലേഷനും അനുവദിക്കാത്ത രീതിയിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അവിടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടേതായാലും ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും രാഹുൽ ഗാന്ധിയുടേതായാലും വളരെ ഉപരിപ്ലവമായ രീതിയിൽ എന്തോ കാണിച്ചു, എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് തടിയപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാളിൽ ഒരു ജഡ്ജ് അദ്ദേഹം രാജിവെച്ചിട്ടാണ് ഇലക്ഷനിലേക്ക് പോകുന്നത്. 24 മണിക്കൂർ നേരത്തെ അദ്ദേഹത്തെ പ്രചരണത്തിൽ നിന്ന് മാറ്റിയെടുത്തേണ്ടി വന്നു. സാധാരണഗതിയിൽ ജഡ്ജിമാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയക്കാരുടെ കൂടെ ഓടിയെത്താൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ വളരെ തീവ്രമായിട്ടുള്ള വാക്കുകൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ജഡ്ജി തന്നെ 24 മണിക്കൂർ അയാളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതിയിൽ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അവിടെ ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്താൻ, അത് പ്രധാനമന്ത്രി ആയാലും അതുപോലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായാലും ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ 5 ഘട്ട പോളിംഗ് കഴിയുമ്പോൾ വളരെ വ്യക്തമായി രാജ്യത്ത് ഒരു പൊതു നെറേറ്റീവ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് ബാലക്കോട്ട് പുൽവാമ കാര്യങ്ങളാണ്. ആ നിലയിലൊരു പൊതു നറേറ്റീവ് ഇല്ല. എന്നാൽ ദേശീയ വിഷയങ്ങളുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്. അത് സജീവമായി രാജ്യത്തിൻ്റെ പല കോണുകളിലും പല തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ 5 ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ വിലക്കയറ്റം അടക്കമുള്ള, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി പ്രാദേശിക വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്ത് യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ BJPക്ക് ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 50 മുതൽ 70 സീറ്റുകൾ വരെ BJPക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ആ കുറയാനുള്ള സാധ്യത കണ്ടിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ തങ്ങൾ നടപടിയെടുത്തു എന്നുള്ള ഒരു സൂചന കൊടുത്ത് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലാണ് ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ വിളിക്കുക അല്ലേ. ആ നിലയിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്ര സ്വിംഗ് സ്റ്റേറ്റായി വന്നിട്ടുണ്ട്. ബീഹാർ വലിയ നിലയിൽ തേജസ്വി യാദവിൻ്റെ പ്രഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു 34 വയസ്സുകാരൻ്റെ പ്രചരണമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അവിടെ ഒരു തരംഗമായി മാറിയിട്ടുള്ളത്. ബീഹാർ ആ നിലയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകം ആ നിലയിൽ മാറിയിട്ടുണ്ട്. ഹരിയാന ആ നിലയിൽ മാറിയിട്ടുണ്ട്. ഒരു പരിധിവരെ രാജസ്ഥാൻ ആ നിലയിൽ മാറിയിട്ടുണ്ട്. പിന്നെ ചെറിയ തലത്തിൽ സ്വിംഗിന് സാധ്യത, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ BJPയുടെ സീറ്റുകളിൽ കുറവ് വരാൻ സാധ്യതയുള്ള ഗുജറാത്ത് ഉണ്ട്, അതുപോലെ തന്നെ ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 50-നും 70-നും ഇടയിൽ സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ, അത്രയും സീറ്റ് കോൺഗ്രസ് കിട്ടിയാൽ കോൺഗ്രസിൻ്റെ ഒരു ഇൻസൈഡ് കണക്ക് എന്ന് പറയുന്നത് 115 സീറ്റാണ്. 115 സീറ്റ് തങ്ങൾക്ക് കിട്ടുമെന്ന് അവർ പറയുകയാണ്.
നോക്കണം, 52-ൽ നിന്നാണ് 115-ലേക്ക് പോകേണ്ടത്. അത് എന്ന് പറയുന്നത് 60-ലധികം സീറ്റുകളാണ്. ആ 60 സീറ്റുകൾ അങ്ങനെ തന്നെ ചോർന്നു പോകേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ്? ബി ജെ പിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ കോൺഗ്രസ്സിന് ഒരു 60-ലധികം സീറ്റുകൾ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു ക്ലെയിം ഉണ്ട്. ഞങ്ങൾ ഒഡീഷയിൽ മാറ്റം വരുത്തുന്നു, ഞങ്ങൾ തെലങ്കാനയിൽ മാറ്റം വരുത്തുന്നു, ഞങ്ങൾ ആന്ധ്രയിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് ശരിയാണ്. ഒഡീഷയിൽ സീറ്റുകൾ കൂടും, തെലങ്കാനയിൽ പോലും സീറ്റുകൾ കൂടും. അവിടെ കോൺഗ്രസ് എമർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെലങ്കാനയിൽ പോലും സീറ്റുകൾ കൂടും. ആന്ധ്രയിൽ ടി ഡി പി ആയിട്ടുള്ള സഖ്യത്തിൻ്റെ പേരിൽ ആന്ധ്രയിലും കുറച്ച് സീറ്റുകൾ കിട്ടും. പക്ഷേ ആ സീറ്റുകൾ എന്ന് പറയുന്നത് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള, നേരത്തെ ഞാൻ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല, ഉത്തർപ്രദേശ് അടക്കം സ്വിംഗ് സ്റ്റേറ്റ് ആണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും തുച്ഛമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായി ഇടപെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം വേണ്ടിയിരുന്നത്. കുറച്ചുകൂടിയൊക്കെ ഗൗരവമായി ആരാണോ കുറ്റം ചെയ്തത് അവർക്ക് നോട്ടീസ് അയക്കുകയും അവരുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമാണെങ്കിൽ നടപടിയെടുക്കാതിരിക്കുക, തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കുക. അത് ഏത് പടച്ച തമ്പുരാനാണെങ്കിലും അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ആകെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് എനിക്ക് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, ബാക്കി ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. കണ്ണു തുറന്നോ എന്നതായിരുന്നു ചോദ്യം. കമ്മീഷൻ കണ്ണ് തുറക്കുകയല്ല, കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് അവിടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ബി ജെ പി നടത്തുന്ന പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ്, ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ പരസ്യങ്ങൾ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിനെ സ്ത്രീ വിരുദ്ധം, ഹിന്ദു വിരുദ്ധം എന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നൽകിയത്. ആ പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. ഇലക്ഷൻ കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചുള്ള പരാതികളിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു എന്നാണ് സബ്യസാജി ഭട്ടാചാര്യ ജഡ്ജി, സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഹിന്ദു വിരുദ്ധം, സ്ത്രീ വിരുദ്ധം എന്ന പരസ്യം യഥേഷ്ടം നൽകി വരികയായിരുന്നു. അതിന്മേലാണ് ഉത്തരവുണ്ടായത്. അതിനെതിരെ ബി ജെ പി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. പക്ഷേ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് പോയപ്പോൾ ബെഞ്ച് ആ അപ്പീൽ പരിഗണിക്കാൻ തയ്യാറായില്ല. ചില ലക്ഷ്മണ രേഖകൾ ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. ബി ജെ പി ഇത്തരം പ്രചാരണ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിൽ ഒരു ഇൻറ്റേർണൽ മെക്കാനിസം വേണം എന്ന കാര്യമാണ് ഹൈക്കോടതി ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും സമാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും ഇരുകൂട്ടരെയും രണ്ട് ഭാഗത്തു നിന്നും വന്നിരുന്ന പ്രചാരണങ്ങളിൽ ഒരേ രീതിയിൽ തുല്യ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ്, തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. വർഗീയമായ പരാമർശങ്ങൾ ഇവിടെ നടത്തിയത് ആരാണ്? അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പരാമർശങ്ങളാണ്. രാഷ്ട്രീയ പരാമർശങ്ങളെയും വർഗീയ പരാമർശങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ടുള്ള മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, സ്റ്റാർ ക്യാമ്പയിനർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയോട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നതാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു പേര്, മോദിയാണ് ഈ പ്രസംഗങ്ങൾ മുഴുവൻ നടത്തിയത്. മോദിയുടെ പ്രസംഗത്തിന്മേലാണ് കോൺഗ്രസ് പരാതി നൽകിയത്. അത് ഏപ്രിൽ 20-നായിരുന്നു. 5 ദിവസം അതിന്മേൽ അടയിരുന്നു. എന്നിട്ട് ഏപ്രിൽ 25-നാണ് വിമർശനങ്ങളൊക്കെ വന്ന ശേഷമാണ് അതിന്മേലൊരു നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് അയക്കുമ്പോൾ ബി ജെ പിക്കും അതുപോലെ കോൺഗ്രസിനും രണ്ട് പാർട്ടികളുടെയും പാർട്ടി അധ്യക്ഷന്മാർക്കാണ് നൽകുന്നത്. ആരാണോ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത് അവർക്കാണ് സാധാരണഗതിയിൽ നോട്ടീസ് നൽകാറുള്ളത്. പക്ഷേ അത് പാലിച്ചിട്ടില്ല. മുൻപ് സോണിയാഗാന്ധി മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞുള്ള പ്രസംഗം, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രസംഗമാണല്ലോ. ആ പ്രസംഗം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു. ആ പ്രസംഗത്തിൽ സോണിയാഗാന്ധിക്കാണ് നോട്ടീസ് ലഭിച്ചത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അപ്പോൾ ബി ജെ പിക്ക് അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഒരു വശത്ത് പറയുക, അപ്പുറത്ത് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം പ്രതിപക്ഷത്തിനില്ല എന്ന് പറയുക. അപ്പോൾ രണ്ടിനെയും ഒരേ രീതിയിൽ കണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ് മോദി പ്രസംഗിച്ചിട്ടുള്ളത്. മോദി പ്രസംഗിച്ചത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കളവ് പറയുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു. പിന്നീട് പറഞ്ഞിരുന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എണ്ണത്തിൽ കൂടുതലാണ് അവർ
കുട്ടികളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിൽ മുസ്ലിം എന്ന പരാമർശമില്ല എന്ന് പറയുന്നു. പിന്നീട് മുസ്ലിം എന്ന പരാമർശം പറയുന്നു. ഇതൊക്കെ ഈ പരാതി നൽകിയ ശേഷവും അതിന്മേലൊരു വിശദീകരണം ചോദിക്കാതെ കൂടുതൽ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ചോദ്യം ചോദിക്കുന്നത്? 6-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ. ഇത്രയും കാലം, ഇത്രയും ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടും കളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ഭരണഘടന ഇല്ലാതാക്കാനാണുള്ള തീരുമാനമാണ് എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഇവിടുത്തെ BJP നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. BJP പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഭാഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരൊറ്റ ഭാഷയാക്കും എന്ന് പറയുന്നത്. ആ രൂപത്തിൽ തന്നെയാണ് നേരത്തെ BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അമിത്ഷാ പല ഘട്ടത്തിലും ഹിന്ദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ഒറ്റ ഭാഷ എന്ന രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവർക്ക് 400-ലേക്ക് എത്തുകയാണെങ്കിൽ ഇവർ ഇവിടെ എല്ലാം മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അപ്പോൾ ഒന്നും പറയാൻ പാടില്ലേ എന്നൊരു സംശയം കൂടി വരും. രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ, വർഗീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെയും ഒരേ രീതിയിൽ എങ്ങനെയാണ് കമ്മീഷൻ കാണുക? കമ്മീഷൻ ഈ രാജ്യം കണ്ട ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ഏറ്റവും പ്രവർത്തിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ ഭയക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മീഷനായി പ്രവർത്തിക്കുന്ന ആദ്യ സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ കണ്ണു തുറക്കുകയല്ല, കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. സുജിയ. കമ്മീഷൻ കണ്ണ് തുറക്കുന്നില്ലേ എന്നായിരുന്നു ഇത്രയും നാളും നിലവിളി. ഇപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ണ് തുറന്നു, പക്ഷേ കണ്ണിൽ പൊടി വീണു എന്നൊക്കെ പറയുന്നത് എന്താണ് മാഡം? കമ്മീഷൻ കണ്ണ് തുറന്നു തന്നെയാണ് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ നല്ല കാലതാമസം വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ട് കൂട്ടർക്കുമെതിരെ BJP ആയാലും കോൺഗ്രസ് ആയാലും രണ്ടുപേരെയും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെ മാത്രം കണ്ണടച്ചുകൊണ്ട് മുഴുവൻ രണ്ട് കണ്ണും വലിയ രീതിയിൽ മിഴിച്ചു തുറന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. രണ്ട് കൂട്ടരുടെയും പാർട്ടി അധ്യക്ഷന്മാർക്കാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. BJPക്കും കോൺഗ്രസിനും അയച്ച നോട്ടീസിൽ രാഹുൽ ഗാന്ധിയെന്നോ നരേന്ദ്രമോദിയെന്നോ പറഞ്ഞിട്ടില്ല. ഇൻ ജനറലാണ്. ആ രണ്ട് പാർട്ടിയിലെയും താരപ്രചാരകരായി ആരൊക്കെയുണ്ടോ, സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആരൊക്കെയാണോ, അവർക്കെല്ലാവർക്കും, അവരിൽ ആരൊക്കെ ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, ജനറൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു പൊതുതത്വമുണ്ടല്ലോ, ആ പൊതുതത്വത്തിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് ക്ലോസ് 1-ൽ പറയുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന, അതായത് ഒരു ഹെയ്ട്രഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സംഭാഷണമോ പ്രവൃത്തിയോ ചെന്ന് പോകരുത്. അങ്ങനെ പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആയാലും ഐദർ കോൺഗ്രസ് ഓർ BJP രണ്ട് കൂട്ടരുടെ ആയാലും രണ്ടുപേരും നിർത്തിക്കോ എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ വാചകം. അതായത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇനി നടത്താൻ പാടില്ല. പക്ഷേ അത് പറയേണ്ടത് 6-ാം ഘട്ടത്തിൻ്റെ കൊട്ടിക്കലാശം നാളെ നടക്കാൻ പോകുമ്പോൾ ഇന്നാണോ എന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൈകിപ്പോയിട്ടുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അയച്ച കത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രതികരണം നടത്തി, നരേന്ദ്രമോദി രാഷ്ട്രീയമല്ലാത്ത പ്രതികരണങ്ങൾ നടത്തി, നരേന്ദ്രമോദി മാത്രം ഭിന്നിപ്പുണ്ടാക്കിയെന്നതാണല്ലോ മാഡത്തിൻ്റെ വാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല കണ്ടെത്തിയിരിക്കുന്നതും പറഞ്ഞതും. മല്ലികാർജ്ജുൻ ഖർഗെക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേ ബി അബോളിഷ്ഡ് ഓർ സോൾഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് എന്താണ് അടിസ്ഥാനം? ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്നും ഭരണഘടനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോർത്ത് സൗത്ത് ഡിവൈഡ്, ആ നോർത്ത് സൗത്ത് ഡിവൈഡിനെ കുറിച്ച് നേരത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദി വിഷയത്തിൽ തമിഴ് വികാരം ഉണർത്തിക്കൊണ്ട് അന്ന് നടന്ന പ്രസ്താവനയും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യുന്നതെല്ലാം നല്ലതും, ഈ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്ന നരേന്ദ്രമോദി ചെയ്യുന്നത് തെറ്റുമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏപ്രിൽ 25-നാണ് പാർട്ടി അധ്യക്ഷന്മാർക്ക് ഈ നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം പാർട്ടി അധ്യക്ഷന്മാർക്കാണോ അതോ ഈ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അപ്പോൾ മുതൽ തന്നെ ഈ പാർട്ടി അധ്യക്ഷന്മാർ എന്നൊരു ഒരു ന്യൂ നോർമൽ സെറ്റ് ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഒരു സാമൂഹിക സാംസ്കാരിക ഫാബ്രിക് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നാശമാക്കരുത് എന്നും പറയുന്നുണ്ട്. ഈ 6-ാം ഘട്ടത്തിന് പരസ്യപ്രചാരണം അവസാനിക്കുന്ന വേളയിൽ കഴിഞ്ഞ 4 ഘട്ടത്തിലും യഥേഷ്ടം എല്ലാം പറയാൻ അനുവദിച്ചതിന് ശേഷം
ഇനി നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ ഇനി 114 മണ്ഡലത്തിലേക്ക് വോട്ടെടുപ്പുള്ളൂ. 6-ാം ഘട്ടം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിലിനി ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തേണ്ട സ്പേസസ് അല്ല. ഡൽഹി ആയാലും ഹരിയാന ആയാലും പഞ്ചാബ് ആയാലും അവിടെ എല്ലാം പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത്. പൊളിറ്റിക്കലായി കാര്യങ്ങൾ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെയുള്ള ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇതിനകം തന്നെ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. പറയാനുള്ളതെല്ലാം പറയേണ്ട ഘട്ടങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈകിയാണ് കമ്മീഷൻ കണ്ണു തുറന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5-ാം ഘട്ട വോട്ടെടുപ്പിലും തണുപ്പൻ പ്രതികരണമാണ്. അതപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ ഇന്ത്യ മുന്നണിക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുകൾ പോയി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്കാകണം. എന്നാൽ മാത്രമേ ഈ 50-30 ടാലിയൊക്കെ ഉത്തർപ്രദേശിൽ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് ഇപ്പുറത്തിരുന്നുകൊണ്ട് പറയാൻ കഴിയില്ല. വോട്ട് ചെയ്ത അത് ആർക്കാണെന്ന് ജൂൺ 4-ന് പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ബി.ജെ.പിയോടുള്ള തണുപ്പൻ പ്രതികരണമാണ് എന്നൊക്കെ മനക്കോട്ട കിട്ടുന്നവർക്ക് തെറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ബംഗാളിൽ 73% പോളിംഗ് ഈ 5-ാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജിയുടെ കോൺഫിഡൻസ് ഒന്നും ഈ പ്രതികരണമായിട്ടൊന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇത്ര കിട്ടും, മുഴുവൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന മമതാ ബാനർജി പതുക്കെ സൈഡായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പുറമേ നിന്ന് കിട്ടുന്ന പിന്തുണ എന്ന കൂട്ടത്തിൽ കൂട്ടിയിട്ടുള്ളതാണല്ലോ മമതാ ബാനർജിയുടെ കണക്ക്. അപ്പോൾ മമതാ ബാനർജി ഞാൻ പുറമേ നിന്ന് പിന്തുണച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് നിന്ന് എനിക്കിത് മൊത്തം നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്നതും പോകുമെന്ന് ദീദി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ജയറാം രമേശിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജയറാം രമേശ് ഇന്ന് പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സൗന്ദര്യ മത്സരമൊന്നുമല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെയൊക്കെ നിർത്തി നേരിടാൻ. അതൊക്കെ ശരിയാണ്, പക്ഷേ കൃത്യമായി ഒരു ഫേസ് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തന്ത്രം വെച്ച് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വിജയിക്കുക, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് എന്ന് ഡൽഹിയിലെ 7 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്നാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര പേർ വോട്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് ജൂൺ 4-ന് കണ്ടറിയാം. 7 സീറ്റുകളും വളരെ ഡിസിസീവാണ്. അപ്പോൾ ഡൽഹിയിലെ ഫലം വന്നു കഴിയുമ്പോഴെങ്കിലും കെജ്രിവാളിനെ കുറിച്ചുള്ള അഭിപ്രായം മാഡം തിരുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, അതായത് ഇവിടെ ഈ എയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതൊരു ഗ്രാമർ ക്ലാസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ കാതലുണ്ട് എങ്കിൽ നടപടിയെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഒരുപോലെ കൊടുക്കുക എന്നുള്ളതല്ലോ. ഒരുപോലെ ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പരാതി കൊടുക്കുന്നു, ഒരു പരാതി ബി.ജെ.പിയിൽ നിന്ന് എഴുതി വാങ്ങുന്നു, എന്നിട്ട് ജെ.പി. നഡ്ഡയ്ക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും ഒരു പൊതുവായ കത്തെഴുതുന്നു, എന്നിട്ട് ഒരു വേദപാഠ പുസ്തകത്തിൽ പറയുന്ന കുറേ വാചകങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ മറുപടി തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമല്ല. അതൊക്കെ വൈദികർ ചെയ്തോളും, അത് പുരോഹിതർ ആയിക്കോട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇനി ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉണ്ട് എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുക. രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി. ആരാ അതിനൊക്കെ എതിരാവുക? രാഹുൽ ഗാന്ധിയെ 12 മണിക്കൂറോ 24 മണിക്കൂറോ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി മിണ്ടരുത് എന്ന് പറയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ പറ്റുമെങ്കിൽ അയോഗ്യനാവും, ചെയ്യുന്നതിൽ ആർക്കും തടസ്സമില്ലെന്നേ. പക്ഷേ ആ നടപടി ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആകില്ല എന്നുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യാത്ത. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എന്നേ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ പ്രസംഗമെന്നും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് വർഗീയ പ്രസംഗമെന്നും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന നേരത്തെ സ്മൃതി പരുത്തിക്കാട് ഉപയോഗിച്ച വാക്ക് കണ്ണിൽ പൊടിയിടലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ എന്താ സുജിയ സംഭവിച്ചിട്ടുള്ളത്? നരേന്ദ്രമോദിയുടെ നറേറ്റീവ് ഇലക്ഷൻ ഘട്ടങ്ങൾ ഓരോന്ന് കഴിയും തോറും മാറി പോവുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ 2014 2002 ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ, 2007 ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ, 2013 ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ, 2014 ഇന്ത്യയിലാകമായിക്കോട്ടെ, 2019 ഇന്ത്യയിലായിക്കോട്ടെ, ഒരൊറ്റ നറേറ്റീവേ ഉള്ളൂ. ഞാനത് കൺസീഡ് ചെയ്യുന്നു, അത് നരേന്ദ്രമോദിയുടെ നറേറ്റീവായിരുന്നു. പക്ഷേ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചിട്ടുള്ള ആഖ്യാനം, ആ ആഖ്യാനത്തിലേക്കല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം പൂർത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ 2024 തയ്യാറാക്കി വെച്ചിട്ടുള്ള അജണ്ടകൾ നരേന്ദ്രമോദിക്ക് ഫലവത്തായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? 2019 2014 ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ
ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ആളുകളിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ ഇത്തരം വർഗീയ പരാമർശങ്ങൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഹിന്ദുസിൻ്റെ തലയിലേക്കാണല്ലോ പോകേണ്ടത്. ആ ഹിന്ദുക്കൾ പോലും ആ നിലയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ചേരിതിരിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽ പോലും അക്നോളജ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കൾക്ക് എന്താണ് കൊടുത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ചോദിച്ചത്. ഹിന്ദുക്കൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുവാക്കൾ തൊഴിലില്ലായ്മ എത്ര രൂക്ഷമാണ്. തൊഴിലില്ലായ്മ അത്രയും രൂക്ഷമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കണക്കുകളിലേക്ക് വരുമ്പോൾ ഹിന്ദു യുവാക്കളാണ് തൊഴിലില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ആ കണക്ക് പറയണം. നിങ്ങൾക്ക് 10 വർഷത്തെ ഭരണത്തിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഭരണ നേട്ടങ്ങളാണ് പറയേണ്ടത്. എല്ലാ പ്രശ്നത്തിലും ഭരണ നേട്ടങ്ങളാണ് പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നോക്ക്, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വളരെ വികലമായിട്ടുള്ള പഴയ അജണ്ടയിൽ നിന്ന് ചില ഏടുകൾ എടുത്ത് അത് ഈ പറയുന്ന വർഗീയമായി നേരത്തെ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ എങ്ങനെ അത് നേരത്തെ ഫലിച്ചിരുന്നു. അത് ഇപ്പോൾ വർഗീയമായി വേർതിരിക്കപ്പെടാത്ത ഒരു സമൂഹത്തിന് മുമ്പിൽ നരേന്ദ്രമോദി വെക്കുകയാണെന്നുള്ളതാണ്. നോക്കൂ, അതിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. 2014-ലും 2019-ലും നരേന്ദ്രമോദി ഒരു ആൻറ്റി കറപ്ഷൻ ക്രൂസൈഡറായിരുന്നു. 2014 വരുമ്പോൾ പ്രത്യേകിച്ച് 2019-ലും അതിൻ്റെ ഒരു പ്രഭാവത്തിൽ നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ അഴിമതി വിരുദ്ധനാണ്, എനിക്ക് കുടുംബമില്ല, നിങ്ങളാണ് എൻ്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം നരേന്ദ്രമോദിയുടെ കുടുംബം എന്ന് പറയുന്നത് അദാനി കുടുംബമാണെന്നും അംബാനി കുടുംബമാണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുന്നില്ല സുജിയ. അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബാധിപത്യം എന്ന് പറയുന്ന BJPയുടെ എപ്പോഴത്തെയും ഒരു ക്യാമ്പയിൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ. അതിപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയിൽ, അല്ലെങ്കിൽ കുമാരസ്വാമിയിൽ, രേവണ്ണയിൽ, അതുപോലെ തന്നെ അജിത് പവാറിൽ, ഇതിലൊക്കെ തട്ടി പൊളിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നോക്കൂ, ഞാനിപ്പോൾ നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു ഇമേജ്, ഒരു വ്യക്തിത്വം ഉണ്ടാകണം. ആ ഇമേജിൽ നിന്ന്, ആ വ്യക്തിത്വത്തിൽ നിന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അളന്നെടുക്കുക. എനിക്ക് യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ചൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ് എങ്കിൽ ഞാൻ എന്തോ പൊള്ളയായ വാക്കുകൾ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് മുൻകാലങ്ങളിൽ കുടുംബാധിപത്യത്തെക്കുറിച്ച് പറയാൻ, അഴിമതിയെക്കുറിച്ച് പറയാനുള്ള ഒരു ബേസ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നരേന്ദ്രമോദി അഴിമതിയെക്കുറിച്ചും കുടുംബാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇന്ന് ഏറ്റവും വലിയ അഴിമതി നടന്നിട്ടുള്ളത് ഈ രാജ്യത്താണ്, പ്രത്യേകിച്ച് ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട്. പിന്നീട് നിരവധിയായിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങളിലൊക്കെ തന്നെയും നരേന്ദ്രമോദി അതിനൊക്കെ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ ചങ്ങായി മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പണികൾ മുഴുവൻ എടുക്കുന്നത് എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബാധിപത്യത്തെക്കുറിച്ച് എക്കാലത്തും, അത് AB വാജ്പേയിയുടെ കാലത്തായാലും പിന്നീട് വന്നിട്ടുള്ള BJP നേതാക്കളുടെ കാലഘട്ടത്തിലായാലും ഇവർക്കൊക്കെ ഒരു ആത്മബലമുണ്ടായിരുന്നു അത് പറയുന്നത്. കാരണം ഇവർ പ്രചാരകന്മാരാണ്. AB വാജ്പേയി ആണെങ്കിലും ഇപ്പോഴത്തെ നരേന്ദ്രമോദി ആണെങ്കിലും. പക്ഷേ ആ പ്രചാരകന്മാർ അവരുടേതായിട്ടുള്ള ലെജിസ്ലേച്ചർ താല്പര്യങ്ങൾ കൊണ്ട് പാർട്ടികളെ പിളർത്തുന്നു. ഈ പറയുന്ന കുടുംബാധിപത്യത്തിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ ഇതിനകത്ത്. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി പാർട്ടി ഏതാണ്? ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ള പാർട്ടി ഏതാണ്? അത് ആര് പറയുന്നു? വേറെ ആരും പറയണ്ട, പത്രങ്ങൾ പറയണ്ട, ജുഡീഷ്യറി പറയണ്ട, BJP തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ അഴിമതിക്കാരാണെന്നാണ്. ആ അഴിമതിക്കാർ ഏറ്റവും കൂടുതൽ BJP പറഞ്ഞ അഴിമതിക്കാരുടെ എണ്ണം എടുത്താൽ തന്നെയും ആ 100 പേരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ 95 പേരും BJPയിലാണുള്ളത്, അല്ലെങ്കിൽ BJPയുടെ കൂടെയാണേ ഉള്ളത്. അപ്പോൾ പിന്നെ ആ നിലയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ അഴിമതി ചെയ്തത്, ഞാൻ ഇനി പറഞ്ഞോട്ടെ, അവർ അഴിമതി ചെയ്തത് ഈ അഴിമതി കൂടാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവർ ഏതൊക്കെ അഴിമതി ഇടപാടുകളിലേക്കാണ് പോയത് എന്നതുകൂടി അങ്ങ് വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആ മഹത്വവൽക്കരിച്ചിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, സ്വാതി മലിവാൾ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ പോവുകയാണ് എന്ന ഒരു ഇന്റർവ്യൂ കൂടി ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ഞാൻ കാട്ടുകയാണ്. സ്വാതി മലിവാൾ അറിയാമായിരിക്കുമല്ലോ, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സ്വാതി മലിവാൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതും അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ്. ഈ മദ്യനയ അഴിമതി കേസിലടക്കം ഇപ്പോൾ എന്തായാലും 6ാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നതല്ലേ ഉള്ളൂ. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് ആകുന്നു. അപ്പോൾ സ്വാതി മാലിവാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് സ്വാതി മാലിവാൾ. ആ സ്വാതി മാലിവാളിനെ PA തല്ലിയിട്ട് അതിൽ ഒരു വാക്ക് പോലും മിണ്ടാത്ത കെജ്രിവാളിനെ ആർക്കും വിമർശിക്കേണ്ട. കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി അകത്ത് പോയി തിരിച്ച് ജാമ്യത്തിലിറങ്ങുമ്പോഴും കെജ്രിവാൾ ചെയ്തത് അഴിമതി അല്ലാതായി മാറുകയും നരേന്ദ്രമോദിയുടെ ചങ്ങാത മുതലാളിത്തം, നരേന്ദ്രമോദിയുടെ അഴിമതിയുടെ കൂട്ടുനിൽക്കൽ, ഇത് തന്നെ ആവർത്തിച്ചുള്ള നറേറ്റീവുകളായി പറഞ്ഞുകൊണ്ടിരുന്നാലും നരേന്ദ്രമോദിയെ
പുതിയ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന മാൻഡേറ്റ് എന്നുള്ളത് ജൂൺ 4 നമുക്കറിയാം. നമ്മളിരുന്ന് ഒരുപാട് തർക്കിച്ചിട്ടൊന്നും ഒരു അതെ, സ്വാതി കാര്യവുമില്ല സർ. മലിവാളിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ബി.ജെ.പി മണിപ്പൂരിന്റെ ബി ജെ കാര്യത്തിൽ പി അല്ല എന്താണ് കണ്ണീരൊഴുക്കുക. എടുത്തത്? സ്വാതി മലിവാൾ ബ്രിജ്ഭൂഷന്റെ ഒരു കാര്യത്തിൽ സ്ത്രീയാണ്. എന്താണ് വലിയ തീരുമാനം? സ്ത്രീപക്ഷവാദമൊക്കെ അതന്നെ പറയുന്ന ആളുകൾ ബ്രിജ്ഭൂഷന്റെ സ്വാതി കാര്യത്തിൽ മലിവാളിനെ കുറിച്ച് ബ്രിജ്ഭൂഷന്റെ പറയുന്നില്ലല്ലോ. കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇതിൽ കൃത്യമായി രാഷ്ട്രീയമാണെന്നേ. രാഷ്ട്രീയം തന്നെയാണ് സ്വാതി കളിക്കുന്നത്. മലിവാൾ വരുമ്പോൾ സ്വാതി രാഷ്ട്രീയം. മലിവാളിനോട് ഇല്ലില്ല, പൂങ്കണ്ണീരാണ് കാണിക്കുന്നത്. യഥാർത്ഥ കണ്ണീരല്ല ബി.ജെ.പിയിൽ നിന്ന് ആരാ വരുന്നതാണ് സ്വാതി ഞാൻ പറഞ്ഞത്. മലിവാൾ? അതിനകത്ത് പൂങ്കണ്ണിയാണോ? സ്വാതി മലിവാളിന്റെ ന്യായം എന്തുപോലാവട്ടെ. സ്വാതി മാലിവാളിന് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ ആ മർദ്ദനമേറ്റതിന് നമ്മൾ ഒരു ദിവസം മുഴുവൻ എടുത്ത് അതെ, ചർച്ച ചെയ്താണ്. മുഴുവൻ എടുത്ത് ചർച്ച ചെയ്യുകയും അപലപിക്കുകയും ചെയ്താണല്ലോ. ആർക്കതിനകത്തൊക്കെ ആരാ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ? ഞാൻ അന്ന് ആം ആദ്മി പാർട്ടിയെ ഒരു കുടിൽ വ്യവസായ പാർട്ടി എന്നും അങ്ങനെയുള്ള ഒരു കുടിൽ വ്യവസായ പാർട്ടിയിൽ സ്വാഭാവികമായും സംഭവിക്കാൻ കഴിയുന്ന ചില അപഭ്രംശങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തിയിട്ടാണ്. ഞാൻ ഒരു ഘട്ടത്തിലും അതിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എത്തട്ടെ സർ. ഒരു ഘട്ടത്തിലും അരവിന്ദ് കെജ്രിവാളിനെ അക്കാര്യത്തിൽ ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള മൗനവും പോലും നേരത്തെ സുജിയ തന്നെ പറഞ്ഞതുപോലെ തന്നെ BJP-ക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിലൊന്നും എനിക്കൊരു കഴമ്പുണ്ടെന്നു തോന്നിയിട്ടുമില്ല. അതൊക്കെ നോക്കൂ, എന്തിനാണിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ മുന്നണിയുടെ സൂപ്പർ ഹീറോയാണ്. അതെ, അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഹീറോ, ബാഹുബലി. ആയിക്കോട്ടെ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാവരെയും ഇവിടെ ഒന്ന് ഇത്ര ചില്ലി കേസാണെങ്കിൽ ഇപ്പോൾ ജയിലിലിട്ടത്. വെളുപ്പിച്ചോളാം. ഇത്ര ചില്ലി കേസാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനെ ജയിലിലാക്കിയത്. സംഘടനാ സംവിധാനമില്ലാത്ത, ആദർശങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കാൻ കഴിയുന്ന സ്വാഭാവികമായ കാര്യം. ആ ബലൂൺ പൊട്ടിയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ടല്ലേ കൊണ്ടുപോയി ജയിലിലിട്ടത്. ബലൂൺ പൊട്ടിയാൽ പ്രശ്നമല്ല മാഡം. ബലൂൺ പൊട്ടിയാൽ അത് ചീറ്റി ഷൂ എന്ന് പറഞ്ഞ് താഴെ വീഴും. അങ്ങനെ വീഴാൻ പോകുന്ന ബലൂൺ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. വീണിട്ടില്ലല്ലോ. ആ ബലൂൺ അതൊരു ബലൂണാണ്, ഉള്ളു കൊള്ളയാണ്. അല്ല, ആ ബലൂണിനല്ലേ മണിക്കൂറിനകം മറുപടി കൊടുത്തത്. 75 വയസ്സിന്റെ കാര്യത്തിൽ മണിക്കൂറിനകം മറുപടി കൊടുത്തല്ലോ. എല്ലാവർക്കും മറുപടി പറയേണ്ടി വന്നല്ലോ ബി.ജെ.പിക്ക്. ഇത്രയേ ഉള്ളൂ സുജി. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനം പൊളിഞ്ഞു വീണിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുന്നു. ആ ഡെസ്പറേഷനിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു മുസ്ലിം ബാഷിംഗ്, ആ ലാംഗ്വേജ് വരുന്നത്. അത് അരുചികരമാണ്. മുസ്ലിം ബാഷിംഗ് അരുചികരമാണ് എന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമാണ്. അവിടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുത്തേ തീരൂ. ഈ ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുത്തില്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായും നിയമത്തിൻ്റെ മുന്നിലേക്ക് ഈ പരാമർശങ്ങൾ പോകും. ആ ഘട്ടത്തിൽ അതിന് ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സുജിയ തന്നെ കൺസീഡ് ചെയ്ത പോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വളരെ ഏർലി സ്റ്റേജിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ നോട്ടീസ് അയക്കാൻ പോലും 5 ദിവസം വൈകുന്നു. നോട്ടീസ് അയക്കുമ്പോൾ അത് പൊതു നോട്ടീസായി മാറുന്നു. പിന്നീട് അതിന്മേൽ ഒരു എന്താ പറയുക, ഒരു ബൈബിൾ വചനം പോലെ കുറെ എല്ലാവരെയും ഉപദേശിച്ചുകൊണ്ടുള്ള വചനം പുറപ്പെടുവിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാൻ 6ാം ഘട്ടത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിൽ എന്ന് നഡ്ഡയോട് പറയുന്നു. അപ്പുറത്ത് പറയുന്നു ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാകാൻ പോകുന്ന തരത്തിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന്. ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാകാൻ പോകുന്നത് പറഞ്ഞ് BJP നേതാക്കളാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ പറയരുത് എന്നെങ്ങനെയാണ് കമ്മീഷൻ പറയുക? അപ്പുറത്ത് വർഗീയ പരാമർശങ്ങളാണ്, അപ്പുറത്ത് മുസ്ലിം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മാഡം, അങ്ങനെ പറയാൻ പാടില്ല എന്ന് മാഡം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓർഡറാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിൽ 10 പോയിന്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 6th one എന്ന് പറയുന്നത് the BJP has been specifically warned against using religious and communal overtones in their campaign speeches. അത് തന്നെയല്ലായിരുന്നു ആവശ്യം. ഇനി നടത്താൻ പാടില്ല. അത് നരേന്ദ്രമോദി പറഞ്ഞാലും രാഹുൽ ഗാന്ധി പറഞ്ഞാലും സ്മൃതി പരുത്തിക്കാട് പറഞ്ഞാലും സുജയ പാർവതി പറഞ്ഞാലും തെറ്റാണ്. ഒരേ വാണിംഗ് ചെയ്യാൻ പറ്റൂ. മോദിയാണ് പറഞ്ഞെങ്കിൽ അതാരായാലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള സ്ട്രിക്ട് വാർണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനോടും പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, അത് ആരൊക്കെ ആയാലും, അത് രാഹുൽ ഗാന്ധി ആയാലും അത് KC വേണുഗോപാൽ ആയാലും ആരായാലും ഫോൾസ് ഇംപ്രഷൻസ് ഉണ്ടാക്കുന്ന ക്ലെയിംസിലേക്ക് പോകരുത്. അങ്ങനെയുള്ള ക്ലെയിംസ് ആണ് എടുത്തങ്ങ് സത്യമെന്ന രീതിയിൽ പറയുന്നു. രാഹുൽ ഗാന്ധി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആ തെറ്റ് വിലയിരുത്തി ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കാം. നരേന്ദ്രമോദി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സുജിയ പാർവതിക്കും സംശയം ഉണ്ടാകണമെന്നില്ല. കാരണം അത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്, നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്, ഭരണഘടന അനുവദിക്കാത്ത കാര്യമാണ്.
അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയെ ഡെസ്പറേറ്റ് ആണ്. നരേന്ദ്രമോദി 2019-ലും 2014-ലും കമ്മ്യൂണലായി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അവതരിപ്പിക്കുകയാണ്. അതാണ് അരുചികരമായി തോന്നുന്നത്, അതാണ് നമുക്ക് നിയമവിരുദ്ധമായി തോന്നുന്നത് എന്നുള്ളതാണ്. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നാഷണൽ നറേറ്റീവ് ഇല്ലാത്ത ഘട്ടത്തിൽ ആ നാഷണൽ നറേറ്റീവിൻ്റെ അഭാവത്തിൽ നരേന്ദ്രമോദി ചെയ്യുമ്പോഴാണ് മുഴച്ചു നിൽക്കുന്നത്. ഇപ്പം നോക്കൂ സുജിയ, ഉത്തർപ്രദേശിൽ ഒരു 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 തരംഗം കാണുന്നില്ല എന്നാണോ സുജിയ പറയുന്നത്? അവിടെ ഫുൽപൂരിലും അതുപോലെ പ്രയാഗ്രാജിലും ഈ അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല. ഇരമ്പിയെത്തുകയാണ് ജനങ്ങൾ, ഇരമ്പിയെത്തുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ. നോക്കൂ, മഹാരാഷ്ട്രയിൽ നമ്മുടെ ഠാക്കറെക്കെതിരെ ഒരു വാക്ക് ഇപ്പോൾ NDA മുന്നണി പറയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സഹതാപ തരംഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരത് പവാറിന് അനുകൂലമായിട്ടുള്ളൊരു സഹതാപ തരംഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഹരിയാനയിൽ ഞാൻ കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാണിച്ചു, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് പത്രമാണ്, ജിഹ്വയാണ് പറയുന്നത് ഹരിയാനയിൽ പകുതിയിലധികം സീറ്റുകൾ കോൺഗ്രസ് നേടാൻ പോകുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് പറയുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഉറപ്പിച്ച് പറയുകയാണ്, ഞങ്ങൾ 7 മുതൽ 9 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുകയാണ്. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ സ്ഥിതി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? നിതീഷ് കുമാറിൻ്റെ എന്തൊരു സ്റ്റേച്ചറായിരുന്നു, ഒരൊറ്റ ചാട്ടത്തോട്, അവസാനത്തെ ഈ ചാട്ടത്തോടു കൂടി കൊമ്പൊടിഞ്ഞ് വീണില്ലേ അദ്ദേഹം. ഇന്നിപ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന അയാളുടെ പാർട്ടി JDU എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടോ? അതിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ അതായത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നമ്മൾ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ സ്വിംഗ് സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തർക്കിക്കാം നമുക്ക്, അത്ര സീറ്റുകൾ കുറയുമോ, ഇനി കുറഞ്ഞാൽ തന്നെ അത് മാനേജ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ തർക്കിക്കാം. പക്ഷെ കുറയും എന്നതിൻ്റെ കൃത്യമായ സൂചന എന്നെ സംബന്ധിച്ചോളം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചോളം ഈ നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുള്ള, കാരണം അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്നു, പിന്നീട് അത് റിട്രാക്ട് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, അദ്ദേഹം അത് റിട്രാക്ട് ചെയ്യുന്നു എന്ന നിലയിൽ അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ കുണ്ഠിതപ്പെടുന്നത് കൊണ്ട്, അദ്ദേഹം തന്നെ പശ്ചാത്തപിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ തിരിച്ചടി അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ശരി, എന്തായാലും ജൂൺ 4-ന് കാണാമല്ലോ. അല്ല, ജൂൺ 4 തന്നെ എല്ലാം കാണാം. കമ്മീഷൻ കണ്ണു തുറന്നു എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന സുജിയ, നോ എന്ന ഞങ്ങൾ രണ്ടുപേർ. Meet the editors.